ഇപ്പോൾ ഉള്ള ടെസ്റ്റിങ്ങിൻ്റെ അനാലിസിസ് കേട്ടോ സെറ്റായിട്ടുണ്ട്. നല്ലൊരു ഇതാണ് കേട്ടോ, നല്ല പ്രോബിലിറ്റി ഉണ്ട് ഞാൻ നോക്കിയതിനു ശേഷം. ഇത് ചില എൻ്റെ മിസ്സിംഗ് ആണ്. ഞാൻ ഇത് വേറെ ഒന്നിൽ നോക്കിയതാ, പക്ഷെ എടുത്തത് BTC എന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ചിലണ്ട് വെയിറ്റ് ചെയ്തിരുന്നേ കറക്റ്റ് ആയിരുന്നു, ഇവിടെ നിന്ന് എടുത്തിരുന്നേ കറക്റ്റ് ആയിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൺട്രോൾ ചോദിക്കാൻ, ലെവലും എല്ലാം ചോദിക്കാൻ വേണ്ടി എന്നെ മെയിൻ സ്ഥലത്തൊന്ന് വിളിച്ചു. ഞാൻ എല്ലാം പോയി ഒന്ന് നോക്കട്ടെ, എല്ലാ മീറ്ററും പോയി നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഇൻഫോം ചെയ്യണം. അങ്ങനെ റീഡിങ് എല്ലാം പറഞ്ഞു കൊടുത്തു, സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെയാണ്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ കുടിക്കട്ടെ. കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കാൻ അതിന് ശേഷം പോയി ഇൻലെറ്റ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ചെയ്താൽ മതി. അതായത് ഒരു 4 മണിയാ. കാരണം കമ്പ്യൂട്ടറാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ ചെയ്യാം. ഇത് മാനുവലി ചെയ്ത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നിറയും. പിന്നെ 3 ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് കുറഞ്ഞാലുവേ ഒരു ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കല്ലാതെ അതിൻ്റെ ഇതിൻ്റെ താഴെ ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര വെള്ളമാണ്. കണ്ടല്ലോ അത്, കറണ്ട് ചരക്കി അടിച്ച് വീണാൽ നമ്മളെ നോക്കാൻ എല്ലാം നമ്മളെ കാര്യമാണ്. നിറഞ്ഞു കളയില്ല, അത്രയേ ഉള്ളൂ. കൂടുതൽ കുറയുകയും ചെയ്യില്ല, 3-ന് താഴെ പോവുകയും ചെയ്യില്ല. 480-90 മേലെ പോവുകയും ചെയ്യില്ല. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയും പറഞ്ഞാൽ താഴെ പോയി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അഡ്ജസ്റ്റ് ചെയ്യില്ലെങ്കിൽ മെനക്കേടാ. അടിപൊളി ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 4:1:4 അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഇനിയും പോകുമായിരുന്നു, പക്ഷെ ഞാൻ പാനിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചത്. മൂമെന്റ് ഉണ്ടാ ഇത് വിട്ട് ഇത്ര വലിയ ഇത് വന്നു, ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. എന്നിട്ട് സ്റ്റോപ്പ് ലോസിനെ ഡ്രിൽ ചെയ്ത് ഇവിടെ വയ്ക്കുക. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ എസ് എല്ലാം മേലോട്ട് കയറ്റി വിട്ടാൽ ഹാഫ് ബൈ ഇതിൻ്റെ ഹാഫ് വെച്ചിട്ട് പിന്നെ അതിന് മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ അടുത്ത് കയറുമ്പോൾ ഇതിൻ്റെ പാതി വെച്ച്, പിന്നെ അടുത്ത മൂവ്മെൻ്റ് ഉണ്ട് അതിൻ്റെ പാതി വെച്ച്, അങ്ങനെ എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ഇവിടെ എടുത്തത്. ഇത് SL ഹിറ്റായതാണ്. പിന്നെ റിട്ടേൺ ഇപ്പോഴും നമ്മൾ വിഷമം പോവും, മനസ്സിലായി. SL ഹിറ്റായെന്ന് പറഞ്ഞ് നമ്മൾ വിഷമം പോവും. അതായത് നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസിന് വേണ്ടി മേലോട്ട് കയറ്റി എടുക്കണത്. നമുക്ക് വലുതായിട്ട് വിഷമം വരാതിരിക്കുക. കാരണം ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഒരടിയിൽ അങ്ങ് അടിച്ചു കളയും. നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്, നല്ല ക്വാളിറ്റിയിലേ തീന്ന്. എപ്പോഴേ തീന്ന് ഒരു 15 മിനിറ്റിലുള്ള മൂവ്മെൻറ്റുകളാണ്. എനിക്ക് ആ ടൈം അറിയാം, അതുകൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ എടുക്കുന്നത്. ഈ ടൈമിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. 5-ൻ്റെ ക്യാൻഡിൽ എടുത്തിരുന്നെങ്കിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റൂല. 5-ൻ്റെ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഞാൻ കാണിച്ചത് എങ്ങനെ ഇരിക്കുന്നത്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 3 ക്യാൻഡിലാണത്, അല്ല 4 ക്യാൻഡിൽ. 4 3 6 7 ക്യാൻഡിൽ, 7 ക്യാൻഡിലെ മൂവ്മെൻറ്റ്. അതായത് 15 അരമണിക്കൂറുള്ള മൂവ്മെൻ്റാണത്. മണിക്കൂറിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഞാൻ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് മൊബൈലും പിടിച്ച് അത് ശ്രദ്ധ കാണൂല, ഒട്ടും കിട്ടൂല. പിന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ റീഡിംഗ് ഒക്കെ നോക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ ഫോട്ടോ വെച്ച് കൊടുക്കണം. നമ്മളെ ഇവിടുത്തെ ഇൻലെറ്റിൻ്റെ ലെവല് ഔട്ട് എല്ലാത്തിൻ്റെയും റീഡിങ് നോക്കി വെക്കണം. ഇനിയിപ്പോൾ വിളിക്കും 5:30 6 അടുപ്പിച്ച് വിളിക്കും. ഇപ്പം തന്നെ 5:30 ഞാൻ പോയി. ഏകദേശം ഇറങ്ങാൻ ടൈമായി. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങി. വേറെ ഒന്നുമില്ല. ഇത് ആകാശം അടിപൊളിയെന്ന് തോന്നണം കേട്ടോ. നല്ല രസമൊന്നുമില്ല, ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ്. ദൂരം നിന്ന് കണ്ടപ്പോഴേ കൊള്ളാൻ തോന്നി. കണ്ടാ സൈഡ് കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഗോൾഡൻ കളർ. അച്ഛ ഫുള്ള് ഇതായിരിക്കും. പോയി ഇനി ചെടി നോക്കട്ടെ. എങ്ങനെ കഴിക്കാൻ പോവാണ്. ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ഇനി ഇത് ഒരു വൈകുന്നേരം ഒരു 6 മണിക്കും കൂടി കഴിക്കാറുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. അങ്ങനെ ആയിട്ട് വീണ്ടും രാത്രി ഉണ്ടാക്കും.
ഇനി കറിയും കൂടി പോയി ഉണ്ടാക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരിക്കലും വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. കയറാൻ സമയമായി. കയറാൻ പോവുകയാണ്. ലെവലിൽ കുഴപ്പമില്ല കേട്ടോ. എല്ലാം 4 മീറ്റർ നിൽക്കുന്നേ ഉള്ളൂ. സെറ്റാണത്. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാം ശ്രദ്ധിക്കാൻ വേണം. ഒരു പമ്പും ചേഞ്ച് ചെയ്യാനുണ്ട്. ആക്കി അഡ്ജസ്റ്റ്മെന്റ് നമ്മളത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. വർക്ക് കുറവാണ്, പക്ഷേ ശ്രദ്ധ കൂടുതൽ വേണം. അതാണ്. അപ്പം ജസ്റ്റ് എല്ലാം എന്തെങ്കിലും ആയിപ്പോയാൽ ചട്ടപ്പട്ടേന്ന് ഓടി നിൽക്കുന്നു. ഇത് പറ്റിയെന്ന് പറഞ്ഞോട്ടോ. സൂര്യൻ നേരത്തെ പോകണം. എനിക്ക് തോന്നുന്നു 6:15 പോകണം തോന്നുന്നു. 6 ആപ്പിലൊന്നുമില്ല. നേരത്തെ പോയി ഞാൻ എല്ലാം ഒന്ന് അനാലിസിസ് ചെയ്യട്ടെ. ഇനി അത് തന്നെ ഗോൾഡ്, BTC, പിന്നെ ഒരു പേർ നോക്കട്ടെ. ഇത് 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ് ചെയ്യണത്. അതുകൊണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല, മനസ്സിലായ? 5 മിനിറ്റിന്റെ അല്ല ചെയ്യണം, 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ്. സിൽവർ എല്ലാത്തിലും അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യൂറോ USD, ഗോൾഡ്, ഇഥീരിയം. 1 മിനിറ്റ് ആണ്, എല്ലാം 1 മിനിറ്റാണ്. വെയിറ്റ് ചെയ്യുക. കാരണം 1 മിനിറ്റ് ആയതുകൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇൻ കേസ് മൂവ്മെന്റ് അനുസരിച്ചാണെങ്കിൽ പയ്യെ എടുക്കും. ഓക്കെ, മനസ്സിലായ? ഇതൊക്കെ 2 ക്യാൻഡിൽ കൊണ്ട് എല്ലാം ഡിസൈഡ് ചെയ്യണേ. 1:2, പിന്നെ ട്രിൽ ചെയ്ത് കയറ്റും. മനസ്സിലായല്ലോ? അതാണ് അങ്ങനെയാണ് ചെയ്യണത്. നോക്കട്ടെ. എടുത്തിട്ടുണ്ട് യൂറോ USD. ഗോൾഡിൻ്റെ ഒരെണ്ണം കൂടെ എടുത്തു കേട്ടോ. ലേറ്റായ ഗോൾഡിൻ്റെ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കേണ്ടി വരും. ഇപ്പം ഇല്ലാതെ മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരിക്കും. ഇവിടെ ഓക്കെ. റേഷ്യോ 4:1:5 അടിച്ചുണ്ട്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിരിക്കും കേട്ടോ. ഉണ്ടായാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടും. ട്രേഡ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ട്രേഡ് നല്ല സൂപ്പർ ട്രേഡ് ആയിരുന്നടേ. കാരണം ഞാൻ ഇവിടെ വരെ പോകുമെന്ന് വിചാരിച്ചു. വിചാരിക്കും പാടില്ല, അതാണ് ഇഷ്യൂ. ഇതെൻ്റെ ആദ്യത്തെ മിസ്റ്റേക്കാണ്. ഒരു വിചാരം മാർക്കേ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു. ഈ ക്യാൻഡിലിൻ്റെ മൂവ് കണ്ടിട്ട് എടുത്താൽ മതിയായിരുന്നു. ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻ്റ് കണ്ട തിരിച്ചിത്രയും വന്നു. എന്നിട്ടാണ് വീണ്ടും കയറിയത്. ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ കൂടി ചാടിയതാണ്. ഒറ്റ ട്രേഡും കൂടി ഉണ്ട്. രാവിലെ എന്തോ ഒരെണ്ണം കിട്ടി. ഇനി മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന് ഒരെണ്ണം കൂടി എടുക്കണം. അതെ, ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ്, കിട്ടിയാലും പോയാലും. ഓക്കെ, ഇതെടുത്തത് ബിറ്റ് കോയിനില്ല. ട്രേഡും കിട്ടി കേട്ടാ. ഞാൻ ഡ്രിൽ ചെയ്ത് കയറ്റിയായിരുന്നു. സെറ്റാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം കൺട്രോൾ ചെയ്യാറുണ്ട്. അതായത് സ്ഥലം കൂട്ടാൻ പറഞ്ഞു. അതാണ് കോള് വന്നത്. ഞാൻ ഇതുവരെ ചെയ്തില്ലേ. നേരത്തെ പറഞ്ഞപ്പോൾ എല്ലായിടും ഒന്ന് ചെക്ക് ചെയ്യണം. കൂട്ടിയിട്ടുണ്ട്. ഞാൻ പോയി ചെക്ക് ചെയ്തത്. കുഴപ്പമില്ല കേട്ടോ. ഇവിടെ സെറ്റാണ്. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. നേരത്തെ നേരെ മീറ്ററുള്ള ഫോട്ടോ എടുക്കണം. ഇനി അത് തന്നെ ഉള്ളൂ. മീറ്ററിൻ്റെ സൈസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതായത് ഇൻലെറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഇനി ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മീറ്ററുകൾ, അതായത് ഇൻലെറ്റ് ഔട്ട്ലെറ്റും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ലെവലും കുഴപ്പമില്ലാതുണ്ട്. അതായത് 30 മാത്രമേ കൂടുതലുള്ളൂ. ലെവൽ കുറച്ച് ഡൗണുമാണ്. 4 മീറ്റർ ഉള്ളൂ. കുഴപ്പമില്ലാതെ ഓടിക്കോളൂ. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതേ, വേറെ കുഴപ്പമില്ല. നീ അപ്പം മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കും. ഇനി എന്ന് പറഞ്ഞാൽ ഒരു പമ്പ് ചേഞ്ച് ചെയ്യണം. അതങ്ങനെ സെറ്റാകട്ടെ. നമുക്ക് പമ്പ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അതിനെ ക്ലോസിങ് ചെയ്യണം. ഇതിൻ്റെ RPM കൂട്ടിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഡൗട്ട് ഒക്കെയാണ്. റീഡിംഗ് എല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാം ചെക്ക് ചെയ്യുക. പുറത്ത് പോയി ചെക്ക് ചെയ്യുക. അത് തന്നെ
വേറെ ഒന്നുമില്ല. ഇനി അകത്തൊന്നും ചെക്ക് ചെയ്യില്ല, നമ്മളത് മാത്രമേ ഇനി ചെക്ക് ചെയ്യാവുള്ളൂ. ഇത് ഒരെണ്ണം ഉള്ളത് അത് വിളിക്കും. അത് ഒരെണ്ണം പുറത്തൊന്നും ഞാൻ പറയില്ല, സൈഫ് എന്ന് പറഞ്ഞാൽ അത് താഴെ പോയി അഡ്ജസ്റ്റ് ചെയ്യേണ്ട തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.